ആ ടോമഹോക്കിനെ റെസ്പെക്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു കോമ്പൗണ്ട് ബട്ടർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ബട്ടർ കറിയൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഉണ്ടോ. നമ്മുടെയൊക്കെ ടേസ്റ്റ് പാലറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു കോമ്പൗണ്ട് ബട്ടർ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒരു ബ്ലെൻഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 4 വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് അടിച്ച് പൊടിച്ചെടുക്കട്ടെ. അത് ഇങ്ങനെ ഇരിക്കണം. ഇനി അതേ ബ്ലെൻഡറിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി അറിയാൻ വേണ്ടി എളുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 8 തല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 8 പച്ചമുളക് ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള വറുത്ത സവാള ഉണ്ടാക്കാനായിട്ട് 3 സവാള ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇതേപോലെ ഞെരടുവാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. കണ്ട നന്നായിട്ട് വിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല കനം കുറച്ച് അരിഞ്ഞേക്കുന്നുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഗോൾഡൻ ബ്രൗൺ ആവട്ടോ. ആ ടൈമിന് 2-3 ക്യൂബ് ബട്ടർ ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അല്പം പഞ്ചസാരയും കൂടെ വെതറിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ആ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് 3 ക്യൂബ് റൂം ടെമ്പറേച്ചർ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും 3-4 ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുത്തി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. ഇനി 2 ക്ലിംഗ് റാപ്പ് കട്ടിംഗ് ബോർഡിലോട്ട് വിരിച്ചിട്ട് ഈ ബട്ടർ എല്ലാം അതിന്റെ നടുക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് കെയർഫുൾ ആയിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം ടൈറ്റ് ആയിട്ട് തന്നെ റാപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇതിന്റെ 2 സൈഡ് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബട്ടർ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാനുള്ള പാകത്തിന് ഇട്ടോട്ടോ. ഏതൊക്കെ ഇത്ര ഉള്ളു പരിപാടി, ഭയങ്കര എളുപ്പമല്ലേ. ഈ ഒരു ബട്ടർ നിങ്ങളുടെ സ്റ്റേക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് വെറുതെ നെക്സ്റ്റ് ലെവലാക്കുന്നത്. എന്തായാലും ഈ ബട്ടർ ആ ടോമഹോക്കിന്റെ മേളിട്ട് കഴിച്ചപ്പോഴേ സംഭവം വെറുതെ നെക്സ്റ്റ് ലെവലായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായില്ല. അടിപൊളി കേട്ടോ. ഈ റെസിപ്പി നോട്ട് ചെയ്ത് വെച്ചോ, സംഭവം അടിപൊളിയാണ്. അപ്പൊ നല്ല തിക്കായിട്ടുള്ള സ്റ്റേക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടറിന്റെ റെസിപ്പി ചെയ്ത് നോക്ക്. ആ സ്റ്റേക്കിന്റെ മേളിലോട്ട് അങ്ങോട്ട് തേച്ചിട്ട് കഴിക്കണം. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ആവാനില്ല കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.